അതെ, ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സെൻസർ ലൈറ്റിൻ്റെ വീഡിയോ ആണ്. വീഡിയോ ഫുള്ളായിട്ട് കണ്ടാൽ മാത്രമേ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നുള്ളത് മനസ്സിലാവൂ. ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ സ്റ്റയറിൻ്റെ സെൻസർ ലൈറ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അന്ന് സ്റ്റയർ കട്ടിങ് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റയറിൻ്റെ ലൈറ്റ് ഫിറ്റിങ് എങ്ങനെയാണെന്നുള്ളത് കാണിക്കാനായിരുന്നു. അതുതന്നെ ഓരോ വയറുകളും സോൾഡർ ചെയ്തിട്ട് നമ്മുടെ ഈ ചാനൽ ഫിറ്റ് ചെയ്ത് ഇതിനകത്തേക്ക് ഫിറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ 1, 2, 3, 4 സ്റ്റെപ്പ് കഴിഞ്ഞു. ഈ ഫുള്ളായിട്ടുള്ള സ്റ്റെപ്പുകൾ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം, ക്ലിയർ ആയിട്ടുള്ളത് കാണിക്കാം. ഓക്കെ, അപ്പോൾ സ്റ്റയറിൻ്റെ അടിയിൽ എങ്ങനെ ഒട്ടിച്ചിരിക്കുന്നതെന്ന് നോക്കുള്ളൂ. കണ്ടോ, അതിൻ്റെ അടിയിൽ എങ്ങനെയാണ് ഒട്ടിക്കുന്നത് നമ്മൾ. ഓക്കെ, ഓരോ സ്റ്റയറിൻ്റെ അടിയിലും ഫേമസ് ആയിട്ട് നിങ്ങളൊക്കെ ഇതുപോലത്തെ ഡബിൾ സൈസ് ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡബിൾ സൈസ് ടൈപ്പ് പറയുമ്പോൾ നല്ല ലോങ് ലൈഫുള്ളത് 3M ടൈപ്പ് എന്ന് പറയും. ഓക്കെ, വളരെ ലോങ് ലൈഫുള്ള ടൈപ്പാണ് കേട്ടോ. സ്ട്രിപ്പിൻ്റെ എല്ലാ സ്ട്രിപ്പും ഒട്ടിക്കഴിഞ്ഞു. ഇനി നമ്പർ ഇടലാണ് അടുത്ത പണി. അപ്പോൾ ഇത് നമ്മൾ സ്റ്റയറിൻ്റെ നമ്പർ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് ആ കമ്പനിക്കാരൻ തന്നെ നമ്പർ വരുന്നുണ്ട്. അല്ല, ഓരോ സ്റ്റിക്കറാണ്, ഓരോ നമ്പർ കാണിക്കുന്നത്. 36 വരെ ഇതിലാണ്, 36 സ്റ്റെപ്പ് വരെ ഇതിലേക്ക്. ഇതാണ് 2 സെൻസർ വന്നിട്ടുണ്ട്. ഒന്ന് എ, ഒന്ന് ബി. എ പറയുന്ന സാധനം താഴെയും ബി പറയുന്ന സാധനം മുകളിലും വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് 1, 2, 3 അങ്ങനെ നമുക്ക് വരിയായിട്ട് ലൈറ്റ് കത്തിച്ച് പോകും. ഇതാണ് കേട്ടോ, ഇത് ബാംഗ്ലൂരിൽ നിന്ന് വന്ന ഐറ്റമാണ്. ബ്രാൻഡ് നെയിം ഇൻ്റലിജൻറ്റ് ലൈറ്റ് കൺട്രോൾ സിസ്റ്റം എന്ന് മാത്രമേ ഉള്ളൂ. ഇതാണ് സാധനം. ആ കൂടിയിട്ട് നമുക്ക് സ്റ്റെപ്പ് കൺട്രോൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ലൈറ്റ് കത്തിക്കുന്ന സ്റ്റേജ് കാണിച്ചു തരാം. ഇതാണ് സെൻസർ. നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ വയ്ക്കുന്ന സമയത്ത് അത് സെൻസ് ചെയ്യും, അങ്ങനെ എല്ലാം കത്തി പോകും. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എടുത്ത് വെക്കുകയാണ്.